അസ്സലാമു അലൈക്കും. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടാകാനുള്ള കാരണം? മുന്നേ ലോകരാജ്യങ്ങളൊന്നും തമ്മിൽ യുദ്ധം ഉണ്ടായില്ല. ഒരുപാട് യുദ്ധം നടന്നിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ റഷ്യ യുക്രൈൻ ഒരുപാട് കാലങ്ങളായി യുദ്ധം ചെയ്യുന്നു. താലിബാന്, അഫ്ഗാനിസ്ഥാൻ, അമേരിക്ക, മറ്റു രാജ്യങ്ങളായിട്ട് എത്രയോ യുദ്ധം നടന്നിട്ടുണ്ട്. ഒന്നും വേണ്ട, ഇറാനും ഇറാഖും ഏകദേശം 10 കൊല്ലത്തോളം യുദ്ധം നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇവിടെ ഭക്ഷ്യക്ഷാമം ഉണ്ടായിക്കില്ലല്ലോ. ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാനുള്ള കാരണം? നമുക്കറിയാം, സിറിയ ഒന്നും യുദ്ധം ചെയ്തിട്ട് സിറിയ ഒന്നും ഇല്ല ഇപ്പോൾ. ഒന്നും വേണ്ട, ഫലസ്തീൻ ഇസ്രായേൽ നമ്മൾ എത്രയായി കാണുന്നു, യുദ്ധം നടക്കുകയില്ല. പക്ഷെ അപ്പോഴൊന്നും ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കില്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിന്റെ മെയിൻ പോയിന്റ് വരുന്നത് എന്ന് പറയുന്നത് ഹോർമൂസ് ആണ്. അതുകൊണ്ടാണ് ഇറാനോട് യുദ്ധം ചെയ്യുമ്പോൾ 10 മടി ആലോചിക്കണം എന്ന് പറയുന്നത്. 10 വട്ടം ആലോചിക്കണം ഇറാനോട് യുദ്ധം ചെയ്യുമ്പോൾ. അതിന്റെ മെയിൻ കാരണം പറയുന്നത് ഈ ഹോർമൂസ് തന്നെയാണ്. അതായത് ലോക രാജ്യങ്ങളിൽ 60%, 60% ഏകദേശം ഗ്യാസ് കടന്നു പോകുന്നത് ഈ ഒരു ഹോർമൂസിലൂടെ തന്നെയാണ്. ഇപ്പോൾ ഗ്യാസ് എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ബിൽഡിങ്ങുകളാണ് കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്നത്. നമ്മളിവിടെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഗ്യാസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിറകൊക്കെ കത്തിച്ചിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാകും, നമുക്ക് വലിയ ചിന്തിക്കാനില്ല. പക്ഷെ അതുപോലെ ഇവിടെ ഇപ്പോൾ UAE മറ്റു രാജ്യങ്ങൾ എന്ന് പറയുന്നത് വിറക് കത്തിച്ചിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഒന്നും വേണ്ട, ഇപ്പോൾ ഈ പറയുന്ന അമേരിക്കയിൽ ഭക്ഷ്യക്ഷാമമുണ്ട്. അമേരിക്കയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യുദ്ധം നിർത്താൻ വേണ്ടി ചർച്ചകൾക്ക് കൂടുതൽ മുതിരുന്നത്. അത് എന്തുകൊണ്ടാണ്? ഭക്ഷ്യക്ഷാമമാണ് അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രംപിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട് അമേരിക്കയിൽ. അതിന്റെ കാരണം എന്താണ്? ഭക്ഷ്യക്ഷാമം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ആദ്യം ചർച്ചകൾക്ക് ഇതാക്കിയിട്ട് അമേരിക്ക പാകിസ്ഥാനുമായി സംസാരിച്ച് ആദ്യ ചർച്ച ഇസ്ലാമാബാദിൽ നടന്നു. അത് പൂർണ്ണ പരാജയപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ഇന്ന് പാകിസ്ഥാനുമായി സംസാരിച്ചിട്ട് ഇന്ന് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ടുള്ള അസീസ് മുനീർ തെഹ്റാനിലെത്തിയിട്ടുണ്ട്. ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടുണ്ട്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൗദിയിലെത്തിയിട്ടുണ്ട്. ഷെയ്ഖ് സൽമാൻ, കിരീടാവകാശിയായിട്ടുള്ള സൽമാനായിട്ട് കൂടിക്കാഴ്ച നടന്നുകൊണ്ടുണ്ട്. അവിടെയും ചർച്ചകൾ നടന്നുകൊണ്ട്. പക്ഷെ അത്രത്തോളം പോസിബിൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നും കൂടി ചിന്തിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹോർമൂസിൽ ഇപ്പോൾ അമേരിക്ക ഒരു 5,000 ഏകദേശം സൈനികന്മാരെ കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് ഹോർമൂസിൽ. അതായത് ഹോർമൂസ് തുറന്നതുകൊണ്ട് യുദ്ധം സ്റ്റോപ്പ് ആവുമോ? ഇല്ല. കാരണം ഹോർമൂസ് അല്ല പ്രധാനം. യുദ്ധം തുടങ്ങിയതിനു ശേഷമാണ് ഹോർമൂസ് പൂട്ടിയത്. ഇതിലെന്ന് പറഞ്ഞാൽ ആണവായുധത്തിന്റെ ഒരു കാരണം കൊണ്ടാണ് യുദ്ധം തുടങ്ങിയത്. അപ്പോൾ അവിടെ ചോദ്യം ബാക്കി നിൽക്കുന്നു, ഹോർമൂസ് തുറന്നത് കൊണ്ട് യുദ്ധം നിൽക്കില്ല. അപ്പോൾ എന്തിന് യുദ്ധം തുടങ്ങി എന്നുള്ള ചോദ്യം അവിടെ അപ്പോഴും നിലനിൽക്കുകയാണ്. അതിലെന്താണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ആണവായുധത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ആദ്യത്തെ ചർച്ച എന്ന് പറയുന്നത് പൂർണ്ണ പരാജയപ്പെട്ടത് ആണവായുധത്തിന്റെ കാരണം കൊണ്ടാണല്ലോ. ഓക്കെ, അപ്പോൾ ഒന്നിന് ഇറാനും താവണം, അമേരിക്കയും താവണം, എന്നാലേ ഈ ഒരു ചർച്ചക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ. എന്തായാലും അൽഹംദുലില്ലാഹ് UAE വരുന്ന 20-ാം തീയതി സ്കൂള് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് UAE വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മസൂർ ബിൻ സായിദ് ഇറാന്റെ സ്പീക്കറായിട്ടുള്ള ഖാലിബാഫ് ഷെയ്ഖ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊരു സമാധാനത്തിനുള്ള വഴിയൊരുക്കം ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് എന്തായാലും നോർമൽ ആവട്ടെ. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.